ഹായ് ഫ്രണ്ട്സ്, നല്ല പോലെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് അതിനെ നമുക്ക് നല്ല പോലെ വഴറ്റി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ 2 സവോള അരിഞ്ഞെടുത്തതും 2 തക്കാളി അരിഞ്ഞെടുത്തത്, പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വഴണ്ട് വരുമ്പോൾ, ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറി നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് എരിവിൽ മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ വറുത്ത് ഫ്രൈ ആയിട്ടൊന്നും എടുക്കുന്നില്ല. നമ്മൾ മുളക് പൊടി ഇടുവാണെങ്കിൽ എരിവ് നല്ലപോലെ മുന്നിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എരിവ് നമുക്ക് പച്ചമുളകിൽ നിന്നും കാശ്മീരിയിലുള്ള ആ എരിവും നമുക്ക് ഈ കറിക്ക് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുളക് പൊടി അതായത് എരിവുള്ള മുളക് പൊടി വേണ്ടാന്ന് വെക്കാം, കാശ്മീരി ചേർത്ത് കൊടുക്കുക. നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ലപോലെ വഴറ്റി എടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ, അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് നല്ലപോലെ കുറുതായി നമുക്ക് വരാം. എല്ലാം നല്ലപോലെ എല്ലാം മസാലയെല്ലാം ചേർന്ന് നല്ലപോലെ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഹാഫിനേക്കാളും കുറച്ച് കൂടുതൽ മസാല നമുക്ക് ഇതിൽ നിന്ന് കോരി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മസാലയിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ തണുത്തതിന് ശേഷം നമുക്ക് ഈ മസാല നല്ല പോലെ അരച്ച് എടുക്കണം. ഈ അരച്ചെടുത്ത മസാല നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് തന്നെ ആ ജാറിലോട്ട് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ വടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാൻ നല്ലപോലെ തിള വരുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചർ, അതായത് ആ കുറുതായി വരുന്നൊരു ടെക്സ്ചർ വരുന്ന സമയത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലൊരു കറിയുടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവിയുടെ ഒരു ഇതാവുമ്പോൾ നമുക്കിതിനെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ഒരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പെട്ടെന്നൊരു കറി വെക്കണമെങ്കിൽ ഈ കറി ഈസി ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങളിത് അപ്പത്തിനാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഒരു 5-10 നട്ട്സ്, അതായത് കാഷ് നട്ട്സ് നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അത് അരച്ച് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ ഇത് നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടി നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കറിയായി മാറും. ഇനി നട്ട്സ് ഇല്ല എങ്കിൽ അരമുറി തേങ്ങയുടെ 1/4 പാല് മാത്രം നമ്മൾ കട്ടിയുള്ള പാല് നമ്മൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് അത് മിക്സ് ചെയ്താലും അടിപൊളിയായുള്ള ഒരു കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.